തായ്ലാൻഡ് എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവരും പറയും ഇത് ബോയ്സിനുള്ളൊരു സ്പോട്ടാണ്, ഫ്രണ്ട്സ് ഗ്യാങ് ആയിട്ടൊക്കെ പോകുകയാണെങ്കിൽ മാത്രമേ ഇവിടെ എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതൊക്കെ. പക്ഷേ അങ്ങനെയൊന്നുമില്ല, ഫാമിലി ആയിട്ട് നിങ്ങൾ പോകുകയാണെങ്കിലും ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു കിട്ടില്ലൻ സ്പോട്ടാണ് തായ്ലൻഡ്. അങ്ങനെ നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന വൺ ഓഫ് ദ സ്പോട്ടാണ് പട്ടായ ഫ്ലോട്ടിംഗ് മാർക്കറ്റ്. അപ്പോൾ നിങ്ങൾ ഇവിടെ വരുമ്പോൾ എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഇവിടെ കാണാനുള്ളത്, ഈ സ്ഥലം ഇത്രയും പറയുന്നത്ര വർത്താണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണുക. തായ്ലാൻഡിനൊരു നദീതട സംസ്കാരമുണ്ട്, അവിടെ നിന്നാണ് അവരുടെ ഡെവലപ്മെൻറ്റ് തുടങ്ങുന്നത്. അപ്പോൾ അത് റെപ്രസെൻ്റ് ചെയ്യുന്ന രീതിയിൽ അതിൻ്റെ ഹിസ്റ്റോറിക്കായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ഒരു എക്സ്പാൻഷൻ എന്ന നിലയ്ക്കാണ് നമുക്ക് ഫ്ലോട്ടിംഗ് മാർക്കറ്റിനെ കാണാൻ കഴിയുന്നത്. നമ്മൾ ഫ്ലോട്ടിംഗ് മാർക്കറ്റിൻ്റെ ഉള്ളിലേക്ക് പോകുമ്പോൾ കുറച്ച് ആളുകളൊക്കെ ഇവിടെ ഇതുപോലെ ഫാൻസി ഡ്രസ്സൊക്കെ ഇട്ട് നിൽക്കുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് ഇവരുടെ കൂടെയൊക്കെ നിന്ന് തായ്ലാൻഡ് വന്നതിൻ്റെ ഓർമ്മയ്ക്കായിട്ട് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും. ഫിക്സഡ് ആയിട്ട് ഇത്ര പൈസ വേണമെന്നൊന്നും പറഞ്ഞാൽ അവർ ചോദിച്ചു വാങ്ങില്ല, നമ്മൾ കൊടുക്കുന്ന പൈസ വാങ്ങുന്നുണ്ട്. അപ്പോൾ ഇതുപോലത്തെ മെമ്മറീസ് ഒക്കെ കളക്ട് ചെയ്യാനും ഇവരുടെ കൾച്ചറൊക്കെ നേരിട്ട് വന്ന് കാണാനും പറ്റിയൊരു സ്പോട്ട് തന്നെയാണ് തായ്ലാൻഡ് ഫ്ലോട്ടിംഗ് മാർക്കറ്റ്. നമ്മളെന്തായാലും ബോട്ടിൽ കയറിയിട്ടുണ്ട്. ഇതൊരു മോട്ടോർ ബോട്ടാണ് കേട്ടോ, ഇതിന് ഒരു ഡ്രൈവറൊക്കെ ഉണ്ട് നമുക്ക്. അപ്പോൾ നമുക്ക് എന്തായാലും ഫ്ലോട്ടിംഗ് മാർക്കറ്റിൻ്റെ കാര്യങ്ങളൊക്കെ നേരിട്ട് കണ്ട് മനസ്സിലാക്കാം. അപ്പോൾ നമ്മൾ നമ്മുടെ ഫ്ലോട്ടിംഗ് മാർക്കറ്റിലേക്കുള്ള യാത്ര തുടങ്ങിയിരിക്കുകയാണ്. ഈ ഒരു ഫ്ലോട്ടിംഗ് മാർക്കറ്റ് എന്നുള്ള കോൺസെപ്റ്റ് എസ്റ്റാബ്ലിഷ് ആയത് 2008 അപ്പോൾ അന്ന് ഇവിടുത്തെ ടൂറിസം പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു കോൺസെപ്റ്റ് ഇവർ കൊണ്ടുവന്നത്. ആ സമയത്തൊക്കെ ഇതുപോലെ നമ്മൾ തോണിയിൽ പോയി എല്ലാ കടകളിലും പർച്ചേസ് ചെയ്യാനുള്ള ഫെസിലിറ്റീസൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് തോണിയിൽ നിന്ന് തന്നെ പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന അവസ്ഥയിലായിരുന്നു. ഇപ്പോഴത്തെ പോലെ മോട്ടോർ ബോട്ടൊന്നും ആയിരുന്നില്ല, സാധാ വഞ്ചികളായിരുന്നു. അപ്പോൾ ആ ഒരു കോൺസെപ്റ്റ് ഒരുപാട് യാത്രക്കാരെ തായ്ലാൻഡ് ഫ്ലോട്ടിംഗ് മാർക്കറ്റിലേക്ക് ആകർഷിച്ചിരുന്നു. അപ്പോൾ നമ്മളും അതൊക്കെ പ്രതീക്ഷിച്ചിട്ടാണ് ഇവിടെ വന്നതെങ്കിലും ഇവിടെ ഇപ്പോൾ അവസ്ഥ സാധാരണ ഒരു ബോട്ട് റൈഡ് പോലെയാണ്. നമുക്കിത് സൈഡിൽ ഒരുപാട് കടകളൊക്കെ കാണാൻ കഴിയുന്നുണ്ടെങ്കിലും എവിടെയും നമുക്ക് നിർത്തിയൊന്നും തരില്ല. നമുക്കിതൊക്കെ കണ്ടുകൊണ്ട് പോവാം. എന്നിട്ട് ഇവർ വേറൊരു അറ്റത്തേക്ക് നമ്മളെ ഇറക്കി വിടും. അവിടെ നിന്ന് നടന്നു വരുന്ന സമയത്ത് നമുക്ക് മുകളിൽ കൂടെ ഇതേ മാർക്കറ്റിൻ്റെ ഉൾഭാഗം കാണുന്നുണ്ടല്ലോ, ആ വഴിയിലൂടെ വന്ന് നമുക്ക് പർച്ചേസൊക്കെ ചെയ്യാൻ പറ്റും. ഫ്ലോട്ടിംഗ് മാർക്കറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഈ പോകുന്ന വഴിക്ക് തന്നെ എവിടെയെങ്കിലുമൊക്കെ ബോട്ട് നിർത്തി നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങി ഇവിടുത്തെ ഫുഡൊക്കെ എക്സ്പീരിയൻസ് ചെയ്ത് അങ്ങനെ പോകണമെന്നാണ്. അതിവിടെ പറ്റുന്നില്ല എന്നുള്ളത് വളരെ വളരെ ഡിസപ്പോയിൻമെൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഏകദേശം ഒരു 20 മിനിറ്റോളം നമ്മൾ ഫ്ലോട്ടിംഗ് മാർക്കറ്റിലൂടെ വന്നു. ഇപ്പോൾ ഇതിൻ്റെ മറ്റൊരു അറ്റത്ത് എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് നമ്മളിനി മാർക്കറ്റിൻ്റെ ഉള്ളിലൂടെ നടന്ന് ബോട്ട് റൈഡ് സ്റ്റാർട്ട് ചെയ്ത ആ ഒരു പോയിന്റിലേക്ക് തന്നെ തിരിച്ചെത്തും. ഇതാണ് മൊത്തത്തിൽ ഫ്ലോട്ടിംഗ് മാർക്കറ്റിൽ നമുക്ക് ചെയ്യാനുള്ളത്. പോകുന്ന വഴിക്ക് ഇവിടെ ഒരുപാട് ഷോപ്സ്, ചെറിയ ചെറിയ സ്റ്റാൾസ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ കുറഞ്ഞ വിലയ്ക്ക് തന്നെ ഇവിടെ നിന്ന് നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. കൂടുതലായിട്ടും ബാഗുകളും ഡ്രസ്സുകളും ഒക്കെയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. പിന്നുള്ളൊരു സെക്ഷൻ ഫുഡിൻ്റെ സെക്ഷനാണ്. തായ്ലാൻഡിൽ വരുമ്പോൾ നിങ്ങൾക്ക് പർച്ചേസ് നടത്താൻ പറ്റിയൊരു സ്പോട്ടാണ് തായ്ലാൻഡ് ഫ്ലോട്ടിംഗ് മാർക്കറ്റ്. നിങ്ങൾ തായ്ലാൻഡ് വിസിറ്റ് ചെയ്യുന്ന ആദ്യത്തെ ദിവസം തന്നെ ഫ്ലോട്ടിംഗ് മാർക്കറ്റിലേക്ക് വരികയാണെങ്കിൽ ബാക്കിയുള്ള എത്ര ദിവസമാണ് നിങ്ങളിവിടെ ഉള്ളത് ആ ദിവസത്തേക്കുള്ള ഡ്രസ്സൊക്കെ ഇവിടെ നിന്ന് തന്നെ ചെറിയ പൈസയ്ക്ക് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. ബാക്കിയുള്ള ദിവസങ്ങളൊക്കെ ഇവരുടെ രീതിക്കുള്ള കളർഫുൾ ആയിട്ട് ഈ കാണുന്ന പോലെയൊക്കെയുള്ള കളർഫുൾ ഡ്രസ്സസ് ഇട്ട് നിങ്ങൾക്ക് ബാക്കിയുള്ള ദിവസം തായ്ലാൻഡ് മുഴുവൻ കറങ്ങി കാണാൻ പറ്റും. ഡ്രസ്സ് കടകൾ മാത്രമല്ല, ബാഗും ഫുട്വെയറും അതേപോലെ തന്നെ ഫുഡ് സ്റ്റാൾസൊക്കെ ആയിട്ട് ഏകദേശം 345ഓളം ഷോപ്സാണ് ഇവിടെ ഉള്ളത്. ഇതുപോലെ വെറൈറ്റി ആയിട്ടുള്ള ചെരുപ്പുകളും ഒരുപാട് തരത്തിൽ വ്യത്യസ്തമായിട്ടുള്ള ബാഗുകളൊക്കെ നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ വാങ്ങാൻ പറ്റും. ഫുഡ് സ്റ്റാൾസ് ഒക്കെ ഉള്ളൊരു ഏരിയയിൽ നമ്മളിപ്പോൾ എത്തിയിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം തായ്ലാൻഡ് എന്ന് പറയുമ്പോൾ തന്നെ ഒരുപാട് വ്യത്യസ്ത തരത്തിലുള്ള ഫുഡൊക്കെയാണ് ഇവിടെ ഉണ്ടാവുക. അപ്പോൾ നമുക്കതിൽ ഏതെങ്കിലുമൊക്കെ ട്രൈ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ഇന്ന് നോക്കാം. ഞാൻ തായ്ലാൻഡ് വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും മസ്റ്റ് ട്രൈ ആയിട്ട് പറഞ്ഞ ഒരു ഐറ്റമാണ് മാംഗോ സ്റ്റിക്കി റൈസ്. അപ്പം നമ്മളതൊന്ന് മേടിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ ട്രൈ ചെയ്യുന്നതായിരിക്കും. പായസം പോലെ മധുരമുള്ളൊരു ചോറും തേങ്ങാപ്പാലും പിന്നെ മാമ്പഴവും, ഇത് മൂന്നിൻ്റെയും ഒരു കോമ്പിനേഷനാണ് മാംഗോ സ്റ്റിക്കി റൈസ്. അത് കഴിച്ച് നമ്മൾ നടന്നപ്പോൾ അത് എവിടെ നോക്കിയ ഒരു സ്റ്റാള് ഫ്രൈഡ് ഡക്ക് മൗത്ത്, താറാവിൻ്റെ കൊക്ക് മാത്രം ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുകയാണ്. 100 തായ് ബാത്താണ് ഇതിൻ്റെ റേറ്റ് ഇവർ പറയുന്നത്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ അതിനേക്കാളും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സ്റ്റാളാണ് ക്രൊക്കഡൈൽ ബാർബിക്യൂ. മുതലനെ നോക്കിയാൽ കട്ട് ചെയ്ത് ബാർബിക്യൂ ആക്കി വെച്ചിരിക്കുകയാണ്. അടുത്ത സ്റ്റാൾ നോക്കിയാൽ ഫ്രൈഡ് ഇൻസെക്ട്സിൻ്റെ സ്റ്റാളാണ്. ഓരോ സ്റ്റാൾ പോകുമ്പോഴും നമ്മൾ കൂടുതൽ എക്സൈറ്റ് ആവുകയാണ്. ഇവിടെ നോക്കിയാൽ പുഴുവിനൊക്കെ വറുത്ത് വെച്ചിരിക്കുകയാണ്. പല തരത്തിലുള്ള പുഴുവിനൊക്കെ ഇവിടെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് പുൽച്ചാടിയാണ്, പുൽച്ചാടിനെ ഫ്രൈ ചെയ്തതാണ്. ഒക്കെ 50 തായ് ബാത്തൊക്കെയാണ് ഇവിടെ റേറ്റ് ആയിട്ട് വരുന്നത്. ഇവരുടെ ഫുഡ് കൾച്ചറൊക്കെ ടോട്ടലി ഡിഫറെൻ്റ് ആണ്. ഞാൻ നോക്കിയപ്പോൾ നമുക്ക് പറ്റിയൊരു സ്റ്റോൾ ഇവിടെ കണ്ടു. നമ്മളിവിടെ നിന്ന് ഒരു ചോളമൊക്കെ വാങ്ങി ഇതും കഴിച്ച് ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഇവിടുത്തെ മറ്റ് ഫുഡ് ഐറ്റംസ് ഒന്നും കണ്ടിട്ട് എനിക്ക് കഴിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. പക്ഷേ നിങ്ങൾക്ക് ഇതുപോലത്തെ വെറൈറ്റി ആയിട്ടുള്ള ഫുഡൊക്കെ ട്രൈ ചെയ്യാൻ ഇഷ്ടമാണെങ്കിൽ തായ്ലാൻഡ് ഫ്ലോട്ടിംഗ് മാർക്കറ്റ് നിങ്ങൾക്കുള്ള സ്ഥലമാണ്. അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇങ്ങോട്ട് വരാം. അപ്പാർട്ട് ഫ്രം ദാറ്റ് ആ ബോട്ട് റൈഡും കാര്യങ്ങളൊന്നും അത്ര ഹൈപ്പിനുള്ളത് ഇല്ല എന്ന് തന്നെ പറയാം.
നിങ്ങൾ എന്തെങ്കിലും ഫ്ലോട്ടിംഗ് മാർക്കറ്റിലേക്ക് വരികയാണെങ്കിൽ രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 7 മണി വരെയാണ് ഇവിടത്തേക്കുള്ള എൻട്രി ടൈമിംഗ് ഉള്ളത്. 6:30 ടിക്കറ്റ് കൗണ്ടർ ക്ലോസ് ചെയ്യും. അപ്പോൾ വരുന്നുണ്ടെങ്കിൽ അതിന് മുന്നായിട്ട് വേണം വരാനായിട്ട്. എൻട്രി ഫീ ഏകദേശം 200 തായ് ബാത്താണ് വരുന്നത്. ഒരു 2 മുതൽ 3 മണിക്കൂർ വരെ നിങ്ങൾക്ക് ഇവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റും. ഇവിടുത്തെ വെറൈറ്റി ഫുഡ്സ് ഒക്കെ ട്രൈ ചെയ്യാൻ നിങ്ങൾക്ക് പ്ലാൻ ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ സമയത്തിൽ മാറ്റം വരും. ഇതൊക്കെയാണ് ഫ്ലോട്ടിംഗ് മാർക്കറ്റിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്തിട്ടാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ അപ്കമിംഗ് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലത്തെ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.